മനുഷ്യൻ പ്രായമുള്ളവനാകും, പക്ഷേ എത്ര പ്രായമായാലും രണ്ട് സാധനത്തിന് യുവത്വം ഉണ്ടാകുന്നതാണ്. രണ്ട് സാധനത്തിന് യുവത്വം ഉണ്ടാകും. ഒന്ന് അൽ ഹിർസു അലൽ മാൽ, ധനത്തോടുള്ള കൊതി. എത്ര ആയാലും, എങ്ങനെ മൂലക്കായാലും, എന്ത് വെന്റിലേറ്ററിൽ കിടക്കുകയാണെങ്കിലും ഒരു 10 ഉറുപ്പ്യ മൂപ്പര സ്വത്തുനിന്ന് ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഒരു യുവാവിൻ്റെ മനസ്സായിരിക്കും. ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റും ഭയങ്കര ചിന്തയും. ഇപ്പോൾ കൊടുത്താൽ എന്താകും, ഈ വർഷം എനിക്ക് കാര്യമായിട്ട് വരുമാനം വന്നിട്ടില്ല, കഴിഞ്ഞ വർഷം എത്ര കിട്ടി, ഈ വർഷം എത്രയേ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റ് ഉണ്ടാകുന്നതാണ്. വല ഹിർസു അലൽ ഉംർ, എത്ര പ്രായമായാലും ഇനിയും ജീവിക്കണം എന്ന കാര്യത്തിലും ഒരു ചെറുപ്പക്കാരനെ പോലത്തെ മനസ്സ് മനുഷ്യന് ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, മൽ ഫഖ്റു അഖ്ശ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ ഞാൻ ഭയക്കണില്ല. മുസ്ലിം സമുദായം മുഴുവൻ ഇങ്ങനെ കയ്യിൽ പൈസ ഒന്നുമില്ലാതെ ഇടങ്ങാറാകുന്ന ഉമ്മത്തിനെ കുറിച്ച് ഭയം എനിക്കില്ല. വലാകിന്നി അഖ്ശ അൻ തുബ്സത അലൈക്കുമുദ്ദുന്യ കമാ ബുസിതത് അലാ മൻ ഖബ്ലക്കും, നിങ്ങളുടെ മുൻപുള്ള ചില ജനസമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്ത പോലെ നിങ്ങൾക്ക് സമ്പത്ത് തരുന്നതിനാണ് എനിക്ക് പേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമ്പത്തും വിശാലതയും തരുന്നതാണ് എനിക്ക് പേടി. അപ്പം എന്ത് ചെയ്യും? ഫതനാഫസൂഹ കമാ തനാഫസൂഹ, അപ്പം നിങ്ങൾ ആ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചക ജനസഞ്ചയങ്ങൾക്ക് സമ്പത്ത് കിട്ടിയപ്പോൾ അവർ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. വതുഹ്ലികകും കമാ അഹ്ലക്തുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെ നശിപ്പിക്കും എന്ന ഭയേ എനിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ അല്ലാതെ നിങ്ങൾ ദരിദ്രരാകുന്നതിനെ ഞാൻ പേടിക്കണില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടിയും പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ആണ് എൻ്റെ ഉമ്മത്ത് രക്ഷപ്പെട്ടു പോണതെന്നാണ്. അപ്പോൾ 10 ഉറുപ്പ്യ ഇല്ലാത്ത ഒരാളെ കല്യാണത്തിന് വിളിക്കാതിരിക്കണവനും അയാളെ കാണുമ്പോൾ വണ്ടി നിർത്തി കയറ്റാത്തവനൊക്കെ ഒന്ന് ആലോചിക്കണം, നല്ലതാ. എൻ്റെ ഉമ്മത്തിലെ ദരിദ്രരായ മനുഷ്യന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ബാക്കിയുള്ളവൻ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറയാണ്, ഖദ് അഫ്ലഹ മൻ അസ്ലമ വ റുസിഖ കഫാഫൻ, ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യ. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ളത് മാത്രം കിട്ടി, അതൊരു ഭാഗ്യ. റുസിഖ കഫാഫ എന്ന് പറഞ്ഞാൽ എന്താ? ഖദറൽ കിഫായത്തി ബിഗൈരി സിയാദത്തിൻ വല നഖ്സിൻ, വലിയ തോനെയും പൈസ അല്ല, വളരെ കുറവുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ കയ്യിൽ അത്യാവശ്യത്തിന് ഇങ്ങനെ ഈ മാസം ഇങ്ങനെ തട്ടി മുട്ടി ഞെരിങ്ങാണ് കഴിയും, അടുത്ത മാസം ശമ്പളമാണ് വരുമ്പോൾ ആശ്വാസമാവും, പിന്നെ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഞെരുങ്ങി ആണ് കഴിയും. അങ്ങനെ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം തന്നതുപോലത്തെ ഒരു അനുഗ്രഹമാണ് എന്നാണ്. ഇസ്ലാം തന്നതുപോലത്തെ ഒരു അനുഗ്രഹം. നമ്മൾ സാമ്പത്തിക മാനേജ്മെന്റിന്റെ പേരിൽ എന്താ ചെയ്യുക? ദീനിനുള്ളതൊക്കെ കട്ടാക്കും, ദീനിനുള്ളതൊക്കെ കട്ടാക്കിയിട്ട് സാമ്പത്തികം മാനേജ് ചെയ്യും, അല്ലേ? നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണത്. എന്നാലേ വീട്ടിൽ പിന്നെ ഭക്ഷണ വസ്തുക്കൾ വാങ്ങുന്നിടത്തും വസ്ത്രം വാങ്ങുന്നിടത്തും വേറുള്ളിടത്തൊന്നും ഈ നിയന്ത്രണം ഉണ്ടാവില്ല. ദീനിയായിട്ട് പള്ളിക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കണം, മദ്രസക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കണം, സദഖയ്ക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കണം. അവിടെയൊക്കെ നമ്മളെ കട്ടർ വരും, അവിടെയൊക്കെ കട്ടറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ കുപ്പായ എടുക്കുമ്പോൾ ഓന് മിക്കവാറും നല്ല ഉഗ്രൻ ആ ട്രെൻഡും അതിൻ്റെ മോഡലും അതിൻ്റെ ബ്രാൻഡും ഒക്കെ ശരിയായിട്ടില്ലെങ്കിൽ പലപ്പോഴും ശരിയാകൂല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയാം, വേറെ ആരും ഓർമ്മ വരണം. എനിക്കിത് പറയുമ്പോൾ എന്നെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കേണ്ടതും എന്നെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടതും. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, 2 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ യുവാവായി തന്നെ നിൽക്കും എന്നാണ്. ഓനെത്ര പ്രായമായാലും 2 കാര്യങ്ങൾ യുവാവായിട്ട് നിൽക്കും. ഒന്നെന്താണ്? ജീവിക്കാനുള്ള കൊതി, 2 സമ്പാദിക്കാനുള്ള ആഗ്രഹം. ഇത് രണ്ടും നിൽക്കുമെന്നാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ, ഇസ്ലാം പോലെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. ഇസ്ലാം എന്നുള്ളത് കിട്ടിയത് എത്ര വലിയ അനുഗ്രഹമാണ്! ഇസ്ലാം എന്നുള്ളത് കിട്ടിയത് എത്ര വലിയ അനുഗ്രഹമാണ്! മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബിന് കിട്ടാത്ത ഇസ്ലാം പ്രവാചകൻ അത്രയും സേവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഇത്രയും കാലങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇനി ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണ നേരത്ത് പറയും. അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്കൊന്ന് വാദിച്ചു നോക്കാനാണ്, കിട്ടുന്നൊരു ഉറപ്പില്ല. ഈ മരണത്തിന്റെ അവസാന നിമിഷം വരെ ഇത് നീട്ടിവെക്കുക വഴി നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് രക്ഷ കിട്ടുന്നൊരു ഉറപ്പും എനിക്കില്ല. പക്ഷേ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഞാനൊന്ന് വാദിച്ചു നോക്കട്ടെ എന്നാണ്. അപ്പോൾ ആ അബൂ ത്വാലിബിന് കിട്ടാത്ത ഇസ്ലാം അത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. അതേപോലത്തെ ഭാഗ്യമാണ് ഒരു അവസ്ഥനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് എന്താ? വറുസിഖ കഫാഫ,
ജീവിക്കാൻ ആവശ്യമുള്ളത് കിട്ടുക. കൂടുതലും അതിന്റെ ഷറഹാണ് ഞാൻ വായിച്ചത്. ഖദർ അൽ കിഫായത്തി ബിഗൈരി സിയാദത്തിൻ വല നഖ്സിൻ, കൂടുതലുമില്ല കുറവുമില്ല, ജീവിച്ചിങ്ങനെ പോകാനുള്ളത് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിൽ നമുക്ക് കിട്ടേണ്ട ചുരുക്കം എന്താ? പണത്തോട്, ധനത്തോട്, സമ്പത്തിനോടുള്ള കൊതി, അമിതമായ കൊതി അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മവിശകലനം ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങണ്ടെന്നോ, പുതിയ കച്ചവടത്തേക്ക് പോകണ്ടെന്നോ, ഉള്ള പൈസ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നൊന്നുമല്ല. മറിച്ച് നോക്ക്, നിങ്ങൾ ഈ സൂറത്തുൽ ആദിയാത്തിന്റെ ഒരു പ്രത്യേകത എന്താ? സൂറത്തുൽ ആദിയാത്തിൽ ഈ ആയത്തുകളൊക്കെ ആരെ കുറിച്ചാ? ഒരു കുതിരയെ കുറിച്ചാണ്. എന്താ കുതിരന്റെ പ്രത്യേകത? അത് അതിവേഗം കുതിച്ചു പോയാണ്. അതിന്റെ യജമാനൻ അതിനോട് പറഞ്ഞു നമുക്കൊരു വഴി വരെ പോണം. അപ്പൊ അത് കുതിച്ചു പായാണ്. അതിന്റെ പ്രത്യേകത എന്താ? കൊടും തണുപ്പുള്ള പ്രഭാതത്തിലാണ് അത് പോണത്, അല്ലേ? നമ്മളൊരാൾ വിളിക്കുക, അത്ര നേരത്തെ പോണോന്ന് ചോദിക്കും. അത്ര നേരത്തെ പോണോന്ന് ചോദിക്കും. അതങ്ങനെയല്ല, അത് നേരത്തെ പോകണ്. പോയിട്ട് അതിന്റെ വേഗത കാണിക്കാൻ വേണ്ടി എന്താ ഖുർആൻ നടത്തിയത്? കല്ലുകളിൽ കാല് തട്ടിയിട്ട് അതിന്റെ കാലുകളിൽ നിന്ന് തീ നാളങ്ങൾ ഇങ്ങനെ, അഗ്നിസ്ഫുലിംഗങ്ങൾ ഇങ്ങനെ പിന്നെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടോ അവസാനം അത് പട്ടിണി കിടന്ന് പാഞ്ഞോടിയെത്തി. എങ്ങടാ പോണേ? കല്യാണ സദസ്സല്ല, ഫവസത്ന ബിഹി ജംഅ. അത് യുദ്ധഭൂമിയിലെ പോരാളികളുടെ സംഘത്തിലേക്ക്, യജമാനനെയും വഹിച്ച് പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. അവിടുന്ന് ബാക്കി എടുക്കണ്ടേ. ഈ കാടിവെള്ളം കൊടുത്ത്, ഏറ്റവും ചെറിയ സൗകര്യം കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്ന യജമാനനോട് അത് കാണിക്കുന്ന നന്ദിയടോ, അത് നീ നിന്റെ റബ്ബിനോട് കാണിക്കണില്ല. നീ നിന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. കാരണം എന്താ? വൈന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ അവന്റെ ധനത്തോടുള്ള ആർത്തിയിലാണ് റബ്ബിനോട് നന്ദി കാണിക്കുന്നത്. അതാണ്. അപ്പൊ നമ്മൾ ജോലി, സമ്പാദനം, ഇതിന്റെ പേരിൽ പലപ്പോഴും നമ്മളെ ദീന് സൈഡ് ബെഞ്ചിലേക്ക് പോകും. ളുഹ്റസ്കാരം അസർക്കെത്തും, അസർ നിസ്കാരം മഗ്രിബിക്കെത്തും. നിങ്ങൾ ഏത് ജോലി ചെയ്യണേ, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിലും നിങ്ങൾ അസർക്ക് നിസ്കരിക്കണേ, ളുഹ്ർ അസറിലേക്ക് എത്തുമ്പോൾ നിസ്കരിക്കണേ, ആ നിസ്കാരം അതിന്റെ ആദ്യ വക്തിലൂടെ നിസ്കരിച്ചാൽ മതി. ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. നമുക്ക് തോന്നും നടക്കൂല, നമുക്ക് തോന്നും കഴിയൂല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ ഉള്ളിലൊരു തീവ്രമായ ആഗ്രഹം വേണം. പഠിച്ചോനെ, എനിക്ക് വക്തിന് നിസ്കരിക്കാൻ പറ്റണം, വക്തിന് ശരിയായ രീതിയിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റണം, അല്ലേ? വക്തിന് ശരിയായ രീതിയിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റണം. ഇതൊരു കൊതിയാകണം. നമുക്ക് വലിയൊരു അസുഖം വന്നിട്ട് ആ അസുഖം മാറണം എന്ന് കൊതിക്കണത് പോലെ അങ്ങനെ കൊതിച്ചാൽ പടച്ചോൻ എന്ത് ചെയ്യുന്നു? അതിന് തൗഫീഖ് തരും, അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി തരും. എനിക്കറിയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കമ്പനി നല്ലൊരു ജോലി ഓഫർ ചെയ്തു. IT ഫീൽഡിലുള്ള ആളാണ്, വളരെ നല്ല സാലറി ഉള്ള, ഒരു 10 വർഷം മുമ്പ് ഒരു 2 ലക്ഷത്തിന്റെ മേലൊക്കെ സാലറി ഉള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ 3-4 ഇരട്ടി കിട്ടുന്ന ഒരു ജോബ്, അയാൾ ആ ജോബ് വേണ്ടാന്ന് കമ്പനിക്ക് മെയിൽ ചെയ്തത് ഒറ്റ കാരണം കൊണ്ടാണ്. അയാൾക്ക് ജമാഅത്തായി ആ രാജ്യത്ത് ജീവിക്കുന്ന അത്രയും കാലം നിസ്കരിക്കാൻ അയാൾക്ക് സൗകര്യപ്പെടുകയില്ല. ജമാഅത്തായി നിസ്കരിക്കാൻ അയാൾക്ക് സൗകര്യപ്പെടുകയില്ല കേട്ടോ. അത് മാത്രമാണ് അയാൾ കമ്പനിക്ക് അത് മെൻഷൻ ചെയ്തു. എനിക്ക് എൻ്റെ വിശ്വാസപരമായി എനിക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ട്, അതുകൊണ്ട് കഴിയുകയില്ല. അപ്പോൾ ഓരെന്ത് ചെയ്തെന്നറിയോ? ഒരു UAE അവരുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്ത് ഇതേ സാലറിയിൽ യൂറോപ്യൻ രാജ്യത്തൊരു സ്ഥലത്ത് പിന്നെ നിൽക്കണേ. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ഉള്ളിലെ ആഗ്രഹത്തിനനുസരിച്ച് പഠിച്ചു. എനിക്ക് വ്യക്തിപരമായി ഒരുപാട് സുഹൃത്തുക്കൾ അറിയാം, നല്ല പൊസിഷനിലുള്ള, ജീവിതത്തിൽ നല്ല തിരക്കുള്ള, 100-300 പേഷ്യൻസിന് നോക്കണേ, അല്ലെങ്കിൽ ഭയങ്കര ബിസിനസ് ലക്ഷ്യങ്ങളുള്ള. പക്ഷെ നേരാകുമ്പോൾ അവർ ഈ ഖുത്ബ പറയണ ഞാനൊക്കെ എത്തുന്നതിൻ്റെ ഒരു 3 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തിയിട്ടുണ്ടാവും. ഇതിനാളുകളെ പ്രേരിപ്പിക്കണേ നമ്മളെത്തുന്നതിന് മുമ്പ് അത്ര സജീവമായി ഇടപെടുന്നവരുണ്ടാകും. അപ്പൊ ഇവിടെ ഏത് തരം സമ്പാദനത്തെയാണ് ഇസ്ലാം നിരാകരിക്കുന്നത്? ഏത് തരം സമ്പാദനത്തെയാണ്? എല്ലാതും പരലോകത്തേക്കുള്ള എല്ലാ ഓഹരിയും മറന്നിട്ട് പെരുമ്പാച്ചിൽ പായണ മനുഷ്യന്മാരല്ല, ഓരെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവിടെ വെച്ച് നമുക്ക് തിരുത്താൻ പറ്റണം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? പടച്ചോൻ നമുക്ക് തൗഫീഖ് തരും. ഇനി ഈ സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന നമ്മളടുത്തേക്ക് വരാതിരിക്കാനുള്ള കുറച്ച് വഴികൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 9 വഴികൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്.
9 നമ്മൾ വിശദമായി പറഞ്ഞല്ലോ, ഓരോന്ന് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നെന്താ അറിയോ, ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തിയാൽ സമ്പത്തിന്റെ ഫിത്നകളൊന്നും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. കാരണം അയാൾക്ക് ഓരോ രംഗത്തും ഓർമ്മ വരേണ്ടതൊക്കെ ഓർമ്മ വരും. നോക്ക് നിങ്ങൾ, സാധാരണ ഈ വീട്ടിലെ എല്ലാ അലൈൻമെന്റും തെറ്റിക്കൽ പലപ്പോഴും സഹോദരിമാരാണ്. നിങ്ങൾക്കിതൊരു ആക്ഷേപമായിട്ട് തോന്നരുത്. എൻ്റെ ഖുതുബ കേൾക്കണേ ഈ പള്ളിയിൽ നിന്നും പിന്നീട് ഓൺലൈനിൽ നിന്നൊക്കെ ഖുതുബ കേൾക്കുന്ന സഹോദരിമാർക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നരുത്. എന്താണ്, ഞാൻ എക്സാമ്പിൾ പറയാം. വീട് നിർമ്മാണം, മോളെ കല്യാണം ഇങ്ങനെ അടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബഹളം വെക്കൽ തുടങ്ങും. അങ്ങനെ ആക്കണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ. എന്നിട്ട് ഇത് പറഞ്ഞ് രണ്ടാളും വേണ്ട വിധം വെക്കാണേറ്റ് സ്വീപ്പായി അവസാനം ഇയാൾ എന്ത് ചെയ്യും, നേരെ ബാങ്കിൽ പോയി പലിശക്ക് എടുത്തിട്ട് വീട് വെക്കും. അല്ലേ? എല്ലാ ബർക്കത്തും കളയും. നേരെ കൊണ്ടുപോയിട്ട് പലിശക്ക് എടുത്തിട്ട് പിന്നെ നേരെ എന്ത് ചെയ്യും, വലിയ തട്ടും പുറമൊക്കെ ഉണ്ടാക്കും, നല്ല അടിപൊളി മാർബിളൊക്കെ പിന്നെ പതിച്ചുണ്ടാക്കും. ഈ ചങ്ങാതി ഇനി മരിച്ചു പോയിട്ട് അയാളെ ഖബറിൽ ചെരിച്ച് കിടത്തുന്ന ഖബറിലേക്ക് വലിയ ബാധ്യതയാക്കിയിട്ടൊരു വീട് അവിടെ ഉണ്ടാക്കി വെക്കും. അതല്ലെങ്കിൽ എന്താണ്, പർച്ചേസിന്റെ ഒരു അസുഖം ബാധിച്ച ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഓൺലൈൻ പർച്ചേസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ പീടി ചോദിച്ചപ്പോൾ 350 റുപ്യക്ക് കിട്ടുന്ന ചെരുപ്പ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 200 റുപ്യക്ക് കിട്ടുന്നത്. അത് മാത്രം വാങ്ങാനുള്ള കാരണം ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ടാവും. ചെരുപ്പ് അത്യാവശ്യത്തിനുള്ള അവിടെ ഉണ്ടാവും, അത്യാവശ്യത്തിനുള്ള വാങ്ങണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. ഈ പർച്ചേസ് ഭ്രാന്ത് എന്നുള്ളത് ഇന്നത്തെ ഒരു തരം അഡിക്ഷനാണ്, ഒരു തരം ഭ്രാന്ത് തന്നെയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ, പലപ്പോഴും ബ്രാൻഡിന്റെ ഒരു ഭ്രാന്ത്. എല്ലാതും ആപ്പിൾ വാച്ച് വേണം, ആപ്പിൾ ഫോൺ വേണം, ആപ്പിൾ കമ്പ്യൂട്ടർ ആപ്പിളിന്റെ വേണം. അവസാനം കാർ ആപ്പിൾ കിട്ടാത്തതുകൊണ്ട് അവന്റെ കാറിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും ആപ്പിളിന്റെ. ഇതൊരു തരം മാനസിക രോഗമാണ് സഹോദരന്മാരെ, ഇതൊരു തരം മാനസിക രോഗമാണ്. ഒരു ബ്രാൻഡിനോട് ഒരു പ്രത്യേക തരം അവസ്ഥ ഉണ്ടാകാൻ മൊത്തം കിലിങ്ങിണിന് മാത്രമൊന്നുമല്ല പിരാന്ത് അറിയാം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇങ്ങനെ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ ഭാര്യമാരാണല്ലോ ഇങ്ങനത്തെ ചില പ്രഷർ പോയിന്റുകൾ ഉന്നയിക്കാറുള്ളത്. നിങ്ങൾ കേട്ടോ, ഒരു സ്വഹാബി അദ്ദേഹം കച്ചവടത്തിന് പോവുക, ഇനി കുറേ ദിവസം കഴിഞ്ഞാൽ വരിക. അപ്പോൾ ഭാര്യ പറയണ, യാ അബാ ഫുലാൻ, അവരുടെ മൻസാ നല്ല വിളിച്ച, ഇങ്ങോട്ട് നോക്കി നല്ല വിളിച്ച. ഓരോരോ കുട്ടീൻ്റെ, മുഹമ്മദ് എന്നാണ് കുട്ടീൻ്റെ പേരെങ്കിൽ യാ അബാ മുഹമ്മദ് എന്ന് വിളിക്കും. യാ അബാ മുഹമ്മദ്, അത് അവരുടെ ഒരു രീതിയും അവരുടെ ഒരു കൾച്ചറുമാണ്. അപ്പോ യാ അബാ ഫുലാൻ ഇത്തഖില്ലാഹ വലാ തഅകുൽ ഹറാം, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ ഹറാം തിന്നരുത്. ഫഇന്നാ നസ്ബിറു അലാ ജൂഇ ദുനിയ, ദുനിയാവിന്റെ വിശപ്പൊക്കെ ഞങ്ങൾ സഹിച്ചോളും. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ദീന് പഠിച്ച് മുന്നോട്ട് പോണവരാ. ഞങ്ങളെ വിശപ്പ് വിചാരിച്ചിട്ട് നിങ്ങൾ ഹറാം ഉണ്ടാക്കണ്ട. വലാ നസ്ബിറു അലാ അദാബില്ലാഹി യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിൽ അള്ളാഹിന്റെ ശിക്ഷ നമുക്ക് ക്ഷമിക്കാൻ കഴിയണതല്ല. അപ്പൊ നോക്കിയും കണ്ടൊക്കെ കച്ചവടം നടത്തിയാൽ മതി, ആവശ്യമില്ലാതെ വാരി വലിച്ച് ഉണ്ടാക്കാൻ നോക്കണ്ട എന്നാണ് ഉപദേശം. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി, ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് മുളച്ചുണ്ടായ മാംസം, അതിന്റെ സ്ഥാനം നരകം തന്നെയാണ്. ഹറാമായതുകൊണ്ടാണ് ഈ ആരോഗ്യം, ഈ ശരീരമൊക്കെ ഉണ്ടായതെങ്കിൽ അത് സ്വർഗത്ത് പോകൂല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാം, വല്ലാഹി ലൗ മാ തജദ്ദി, എന്റെ അദിയും ഫിൽ ജാഹിലിയ, എന്റെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എന്റെ വല്യമ്മ വിശപ്പ് കൊണ്ട് മരിക്കുകയാണെങ്കിലും മാകൽതു മിൻ മാലിൽ യതീമി ശൈആ, ഞാൻ യതീമിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 1 ഉറുപ്പിക എടുക്കൂല. ഭക്ഷണം കിട്ടാതെ മോനെ കഞ്ഞി കൊണ്ടാന്ന് പറഞ്ഞ് ഉമ്മാന്റെ കരച്ചിൽ, വല്യമ്മാന്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കയ്യിൽ പൈസ എല്ലാം തൊടിക്കോ, എന്നാലും അനാഥന്റെ സ്വത്ത് എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഞാൻ തൊടൂല കേട്ടോ. നമ്മളെ പെങ്ങള് വിധവയായി, അപ്പോ പെങ്ങളുടെ കുട്ടിയുടെ സമ്പാദ്യമുണ്ട്, പെങ്ങളുടെ സമ്പാദ്യമുണ്ട്, അത് അനാഥന്റെ സമ്പാദ്യമാണ്. അതിമ കളിക്കുമ്പോ ശ്രദ്ധിക്കണം. അവനാൻ്റെത് പോകും, ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂല. ദുന്യാവിൽ അല്പം നല്ല AC-യും കാറും വണ്ടിയും പരിപാടിയൊക്കെ നടക്കും, ഖബറിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങൂല. വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. നോക്കൂ നിങ്ങൾ, ഒരു ഇമാം അഅ്മശ് റഹിമഹുല്ല, വലിയ മുഹദ്ദിസാണ് അദ്ദേഹം ഒരു റൊട്ടി വിൽക്കണ മനുഷ്യന്റെ അടുത്ത് കൂടെ അങ്ങനെ പോവാ. അദ്ദേഹം വളരെ മോശം റൊട്ടിയെ വിൽക്കണേ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്തഖില്ലാ, മോനെ അള്ളാഹനെ സൂക്ഷിച്ചോ, ഫഇന്നൽ ഖുബ്സ ഇദാ ഖബസ്തഹു ലിന്നാസ്, ഈ റൊട്ടി നീ ആൾക്കാർക്ക് കൊടുത്താൽ ആകാശത്തുനിന്ന് ഈ റൊട്ടി വിളിച്ചു പറയും, ലഅനല്ലാഹു സ്വാനിഈ, എന്നെ ഉണ്ടാക്കിയവൻ അള്ളാഹു നശിപ്പിക്കട്ടെ. വമൻ അകല മിന്നീ, എൻ്റെ അടുത്ത് എന്നെ തിന്നാൻ വേണ്ടി ഇങ്ങനെ ഇത് കൊടുത്ത ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ എന്നാണ്. അപ്പോ റൊട്ടിക്കാരൻ വേഗത മടക്കി വെച്ച് തൗബ ചെയ്ത് വീട്ടിക്ക് പോയി എന്നാണ്. മനസ്സിലായില്ലേ?
മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാന്റെ അടുത്ത് ഒരാൾ വന്നു, ഒരു കള്ളൻ വന്നു, മോഷ്ടാവാണ് അദ്ദേഹം. ഇന്നി ഉരീദു തൗബത വലാകിൻ ലി ദൈനുൻ കസീറുൻ മിനസ് സരിഖ, ഞാൻ ഇഷ്ടം പോലെ മോഷ്ടിച്ചിട്ടുണ്ട്, മോഷ്ടിച്ച സമ്പാദ്യം ഉണ്ടായിരിക്കെ ഞാൻ എങ്ങനെ തൗബ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബ്, നീ പോവാ, വറുദ്ദൽ മാല ഇലാ സഹാബി, സമ്പത്ത് അതിന്റെ ഓണർമാർക്ക് തിരിച്ചു കൊടുക്കുക, ഫഇല്ലം തഅരിഫുഹും, നിനക്ക് അവരെ തിരിച്ചറിയില്ലെങ്കിൽ ഫതസദ്ദഖ് ബിഹി, നീ അത് സ്വതക്ക കൊടുക്കുക, ഫഇന്നല്ലാഹ സയുവഫീഹിം ഹുഖൂഖഹും മിൻ ഹസനാതിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകൾ കൊണ്ട് എന്ത് ചെയ്തോളും, അവർക്കുള്ളതൊക്കെ പൂർത്തീകരിച്ച് കൊടുത്തോളും, പടച്ചോൻ അത് അഫൂ ചെയ്തോളും എന്നാണ്. അപ്പോ സർവീസിലിരിക്കെ എന്താ പറയാ, ഈ ഓഫീസിലൊരു രീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ നാട്ടിലിപ്പോൾ ഒരു ശൈലി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതുണ്ടെങ്കിൽ പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ റോഡിന്റെ പണി, അല്ലെങ്കിൽ എത്തിയും കുട്ടികളെ വീടിന്റെ പണി, അല്ലെങ്കിൽ നാട്ടിലെ വ്യത്യസ്ത പ്രൊജക്റ്റുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് വല്ല ഫീൽസും കുടുങ്ങിയതുണ്ടെങ്കിൽ അറിയണതാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും സ്വതക്ക ഏറ്റു കൊടുക്കുക. നമ്മളതായിട്ട് കൊടുക്കണ്ട, അത് ഒരാൾ തന്നതാട്ടോ, നമ്മളതല്ലാന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് കൊടുക്കുക, രക്ഷപ്പെടാനുള്ള വഴി നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ എന്താ, ഒന്ന് ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാ, സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ അവരുടെ ഉള്ളിൽ 100% അങ്ങനത്തെ ഒരു നിലപാടുള്ളതുകൊണ്ടാണ്. ആ നിലപാടിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മളെ കച്ചവടം നമ്മൾ ഹലാലായ കച്ചവടം തന്നെയാക്കും. മണ്ണിന്റെ അടിയിൽ കപ്പ വെച്ചിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അത് ഊഹക്കച്ചവടത്തിന്റെ മസലയിൽ പെടുന്നു എന്ന് ഖുതുബി പറയുമ്പോ അതൊക്കെ ഇപ്പൊ നോക്കിയാ നടക്കും. എന്തിത്താ നിങ്ങളീ പറയണോ അല്ലേ? പൂക്കണീന്റെ മുമ്പ് കായ്ക്കണീന്റെ മുമ്പ് മൊത്തം അടക്ക പോയിട്ടാണ് എടുക്കാണ്. ഒരടക്ക അവിടെ കായ്ച്ചിട്ടില്ല ഇതുവരെ. ഈ കൊല്ലത്തങ്ങളെ അടക്കൊക്കെ നമ്മൾ 1 ലക്ഷം തന്നു, ഞാൻ വാങ്ങി, ഖലാസ്, അത് ഹറാമായ കച്ചവടാണ്, പറ്റൂല. അത് കാണണം, അത് വ്യക്തത വരണം, അല്ലാത്ത കാലത്തോളം പറ്റൂല. അത് നിഷിദ്ധങ്ങളായ കച്ചവടത്തിൽ പെട്ടതാണ്. അപ്പൊ അത് പറയുമ്പോൾ അത് തലമ്മക്ക് ശരിക്ക് കയറണമെങ്കിലും സൂക്ഷ്മമായ കച്ചവടം നടത്തണമെങ്കിൽ എന്ത് വേണം? ഇത്തരം ചില പാഠങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ ദീന്, സമ്പത്തിന്റെ വിഷയത്തിലെ ഈ ദീന് ഉള്ളിൽ ഉണ്ടാകണം. ഇനി രണ്ടാമത്തത്, നമ്മൾ എത്ര എങ്ങനെയൊക്കെ കുത്തി മറിഞ്ഞാലും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ അമ്മക്ക് കിട്ടണ പൈസ പടച്ചോനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കൊല്ലത്തെയും ഓരോ മാസത്തെയും ഓരോ ദിവസത്തെയും നമ്മളെ റിസ്ക്, നമ്മളെ വറ്റേതാണ്, നമ്മളെ മീൻ്റെ പീസ് ഏതാണ്, നമ്മക്കുള്ള പിന്നെ നമ്മൾ കഴിക്കുന്ന മധുരമുട്ടായി ഏതാണോ ഒക്കെ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും പടച്ചോൻ വിട്ടിട്ടില്ല അല്ലേ? നോക്കൂ നിങ്ങൾ, ഇന്നഹദക്കും യുജ്മഉ ഖൽഖുഹു ഫി ബത്നി ഉമ്മിഹി 40 യൗമ, 40 ദിവസം ഉമ്മാന്റെ ഗർഭപാത്രത്തിലാകുമ്പോൾ, 1 മാസവും 10 ദിവസവും കഴിയുമ്പോൾ, ചില റിപ്പോർട്ടിൽ 43 ദിവസം എന്നൊക്കെ കാണാം. ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح. എന്ത് ചെയ്യും? പിന്നെ അത് അലക്കയാകും, മുളകയാകും. അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്ക് വന്നിട്ട് റൂഹിനെ ഊതും. ആ സമയത്ത് അയാൾക്കുള്ള 4 കാര്യങ്ങൾ അവിടെ പാസ്സാക്കും. എന്താ? ഒന്ന്, അവൻ്റെ റിസ്ക് എഴുതും, അവൻ്റെ ആയുസ് എഴുതും, അവൻ്റെ അമൽ എഴുതും, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്ന് എഴുതും. അപ്പൊ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ട് നമ്മളെ നടത്താൻ നിർബന്ധിക്കണമല്ല. മറിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കാനും അധ്വാനിക്കാനും തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള വിശാല സൗകര്യം പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി അതിലൂടെ എവിടേക്കാണ് എത്തുക എന്ന് പടച്ചോൻ അറിയണോണ്ട് എന്ത് ചെയ്യും? പടച്ചോന് എഴുതും. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ ഒരു കാറിലാണ് പോവുകയാണ്, അയാളെ അലനല്ലൂർ ഭാഗത്തേക്കാണ് പോകണേ. അപ്പൊ അയാളെ അലനല്ലൂർ എത്തും. നമ്മളോട് എഴുതി വെച്ചതുകൊണ്ട് അയാളെ നിർബന്ധിച്ച് അലനല്ലൂർക്ക് എത്തിച്ചല്ല, ഈ റൂട്ടിൽ പോയാൽ അലനല്ലൂർക്ക് എത്തുക നമുക്ക് അറിയും എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തിയുടെയും സൂക്ഷ്മമായ ജീവിതാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. അതുകൊണ്ട് പടച്ചോൻ അത് രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തന്നെ ഉദ്ധരിക്കാണ്, ഇന്ന റൂഹൽ ഖുദുസ് നഫസ ഫീ റൂഇ അന്നഹു ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹാ വ അജലഹാ. ഒരാളും അയാൾക്കുള്ള ചോറും അയാൾക്കുള്ള വിഭവവും തിന്നു കഴിയാതെ, അതുപോലെ തന്നെ അയാളുടെ ആയുസ് തീരാതെ ഒരാളും മരിക്കൂല. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം. പടച്ചോനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കരുത്. അജ്മിലു അത്വലബ്, നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കാതെ ജോലി ചെയ്യാതിരിക്കരുത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അർറിസ്ഖു മഖ്സൂമുൻ വലാകിന്നല്ലാഹ അമറനാ ബിൽ അഖ്ദി ബിൽ അസ്ബാബ്. നമുക്കുള്ള വിഭവങ്ങൾ, സമ്പത്ത്, ഭക്ഷണം ഇതൊക്കെ ഓഹരി വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഓരോ വ്യക്തിയും അത് കിട്ടാനുള്ള കാരണങ്ങളെ തേടണം. അതല്ലാതെ മൻ ളന്ന അന്ന റിസ്ഖ യതി ബി ഖുദ്റതിഹി വ ഹൗലിഹി ദൂന സഈം മിൻഹു, അവന്റെ പരിശ്രമമില്ലാതെ തന്നെ അവന് തിന്നാനുള്ളത് വരും എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഫഖദ് ഖാലഫൽ ഹിക്മത വശറഅ, അവൻ മനുഷ്യന്റെ പ്രാഥമിക യുക്തിയെയും മതത്തിന്റെ പ്രമാണങ്ങളെയും നിരാകരിക്കുന്നവനാണ് എന്നാണ്. എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത്?
ഇനി പറയാൻ പോണ പോലെ അധ്വാനിച്ചാൽ ഒരു വ്യക്തിയും സമ്പത്തിന്റെ കാര്യത്തിൽ ആക്ഷേപിക്കപ്പെടില്ല. എന്താണ്? ഇഅ്മൽ ലിദുന്യാക, നീ ദുന്യാവിന് വേണ്ടി ജീവിക്കണം. കഅന്നക തഈശു, പിന്നെ നീ ദുന്യാവിന് വേണ്ടി ജീവിക്കണം. കഅന്നക തഈശു അബദൻ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദൻ. ഇഅ്മൽ ലിദുന്യാക, നീ നിന്റെ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ മനസ്സിലാക്കണം, കഅന്നക തഈശു അബദൻ, നീ ഇവിടെ എങ്ങനെ എന്നും ജീവിച്ചു പോകും എന്ന് നീ വിചാരിക്കണം. പക്ഷേ വഅമൽ ലിആഖിറതിക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നീ ആലോചിക്കണം, കഅന്നക തമൂതു ഗദൻ, നാളെ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, നാളെ ഞാൻ മരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ പെർഫെക്റ്റ് ആക്കി ഒരു വ്യക്തിക്ക് പോകാൻ കഴിയും. ആ കാര്യം സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തവക്കുലാണ് വേണ്ടത്. നല്ല അധ്വാനിക്കുക, അവനാന് പറ്റണ പോലെ ജോലി ചെയ്യുക, ആരാധനാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യുക, ഹഖ് ബാത്തിലുകൾ കൃത്യമായി കൊടുക്കുക. അല്ലേ? ലൗ അന്നക്കും തതവക്കുലൂന അലല്ലാഹി ഹഖ തവക്കുലി, തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹു പക്ഷിക്ക് ഭക്ഷണം തരുന്നത് പോലെ തരും എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, പലപ്പോഴും മൂന്നാമത്തെ ഒരു കാര്യമായി പണ്ഡിതന്മാർ നിർദ്ദേശിക്കാറുള്ളത് ഖുർആനിലും ഹദീസിലും വന്ന പ്രയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്താ? സമ്പത്തുമായി ബന്ധപ്പെട്ട് വന്ന പ്രയോഗങ്ങൾ, വളരെ മനോഹരമായ പ്രയോഗങ്ങൾ ഖുർആനും ഹദീസൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ എന്താ? ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. ഇതൊരു പ്രയോഗമാണ് ഖുർആനിലെ. ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക എന്നാണ് പ്രയോഗം. അപ്പോൾ ഇവിടെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തിൻ്റെ അടുത്തുള്ളതും അയാളെ പ്ലാനിങ്ങിൽ നിന്ന് കിട്ടിയൊന്നല്ല, ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണതാണ്. പടച്ചോൻ അത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അല്ലേ? പടച്ച റബ്ബിന് അത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. മഹോധനികന്മാരായി ജീവിച്ച എത്രയോ ആളുകളുടെ സ്റ്റോറീസ് നമുക്ക് കാണാം. അവർക്ക് ഷെൽട്ടർ പോലും ഇല്ലാതെ തെരുവിൽ മരിച്ചതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിസമ്പന്നതയുടെ പരമാവധിയിലെത്തിയ എത്രയോ ആളുകൾ. അല്ലേ? അത്രേ ഉള്ളൂ. വളരെ സമ്പന്നനായൊരു വ്യക്തി, അയാളെ ആരെങ്കിലും ഒരാൾ പറ്റിച്ചാൽ മതി, ഖലാസ്. ഒരു ഫയർ ഉണ്ടായാൽ മതി, കഴിഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വന്നാൽ മതി, ഒരു റോഡ് വികസനം വന്നാൽ മതി. അല്ലേ? ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആർത്തി കൊണ്ടൊന്നും വർദ്ധിക്കൂല എന്നുള്ളൊരു കാര്യം മനസ്സിലുണ്ടാക്കി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അർരിസ്ഖു മഖ്സൂമുൻ, ഈ പറയുടെ സമ്പത്ത് അത് ഓഹരി വെക്കപ്പെട്ടിട്ടുണ്ട്. വൽഹിർസു ലാ യസീദു ഫീഹി, ഒരിക്കലും നമ്മുടെ ആർത്തി കൊണ്ട് അത് വർദ്ധിക്കൂല. കിട്ടാൻ വേണ്ടി പഠിച്ചോ നിശ്ചയിച്ചതേ കിട്ടുള്ളൂ. വലാകിൻ സുഉദ്ദന്നി ബില്ലാഹി യുദ്ഹിബു ബറകത റിസ്ഖി. അള്ളാഹിനെ കുറിച്ച മോശമായ ചിന്ത എന്ത് ചെയ്യുന്നറിയോ? അള്ളാഹിനെ കുറിച്ച മോശമായ ചിന്ത കൊണ്ട് ഈ വിഭവങ്ങളുടെ ബർക്കത്ത് നഷ്ടപ്പെടും എന്ന് വളരെ കൃത്യമായി പറയാണ്. മാത്രമല്ല, താഴെയുള്ളവരിലേക്ക് നോക്കണം എന്നാണ് അഞ്ചാമത്തെ കാര്യം. നമുക്കറിയണ കാര്യമാണ്, വിശദീകരിക്കണില്ല. നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുക. നമ്മളെ കടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറത്തെ കടയിൽ ഇങ്ങനെ ആൾക്കാർ വാങ്ങണത് ഇങ്ങനെ ആവുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അല്ലേ? നമ്മളെ കടയിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ വേണ്ടതൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലോ അതിൻ്റെ അപ്പുറത്ത് വളരെ ചെറിയ കച്ചവടം കിട്ടുന്ന ഒരാളെ കുറിച്ച് ആലോചിച്ചാൽ ടെൻഷൻ മാറും. എനിക്ക് പടച്ചോനെന്ന് എഴുതി വെച്ചത് ഇത്രേ ഉള്ളൂ. ഉമ്മാൻ്റെ പള്ളിയിൽ കിടക്കുമ്പോൾ, ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അന്നത്തേക്ക് കിട്ടാൻ വേണ്ടി പടച്ചോൻ എഴുതി വെച്ചത് ഇത്രേ ഉള്ളൂ. നാളെ ശരിയായിക്കോളും. നല്ല പ്രാർത്ഥിക്കുക. രാവിലെ ഒരു മലക്ക് കൊടുക്കണോന് വേണ്ടി പ്രാർത്ഥിക്കും, മുടക്കണോന് വേണ്ടി അവൻ നശിക്കാനും പ്രാർത്ഥിക്കുന്നതാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മാത്രമല്ല, പൂർവികരുടെ ചരിത്രം വായിക്കുക എന്നുള്ളതാണ്. അല്ലേ? ഇൻഷാ അല്ലാഹ് വഖഫ് കുറച്ചുകൂടി വിശദമായി തന്നെ നമുക്ക് പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചരിത്രമാണ്. ഒരുപക്ഷെ നമ്മളിവിടെ പലതവണ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ച ചരിത്രമാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ അള്ളാന്റെ മാർഗത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ മദീന പള്ളിയിൽ എന്തൊക്കെ സംഭവിച്ചു. ബൈറൂഹ തോട്ടം കൊണ്ടുവന്നിട്ട് അബൂ ത്വൽഹ കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ബഹ് വേണ്ട അബൂ ത്വൽഹ, കുടുംബക്കാർക്ക് കൊടുക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അബൂ ത്വൽഹ കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദീനയിൽ പോയാൽ പ്രവാചകനോട് സലാം പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഏരിയക്കാണ് ബൈറൂഹാവ് തോട്ടം എന്ന് പറയാം. ബൈറൂഹാവ് തോട്ടം കൊടുക്കുകയാണ്. ബിഅ്റുർ റുമാൻ വാങ്ങിക്കൊടുക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വലിയ പൈസ എടുത്തിട്ട് ബിഅ്റുർ റുമാൻ വാങ്ങിയിട്ട് കൊടുക്കുകയാണ്. അല്ലേ? അപ്പോ അങ്ങനെയുള്ള പൂർവികരുടെ ചരിത്രങ്ങൾ ഓർക്കുമ്പോഴാണ് നമുക്ക് ദീനി രംഗത്ത് ആ നിലക്ക് ചെയ്യാൻ പറ്റുക. മറ്റൊന്ന് മറുപടി പറയേണ്ടി വരും. ഒരു അടിമയുടെ 2 കാലം മുന്നോട്ട് വെക്കൂല. മിൻ അയിന ഇക്തസബഹു, എവിടെ നിന്നാണ് അവനത് നേടിയത്? എങ്ങനെയാണ് ഈ ഇൻകത്തിന്റെ സോഴ്സ് എന്താണ്? അത് ഹറാമാണോ ഹലാലാണോ? അതിൽ പറ്റിക്കലുണ്ടോ? അതിൽ ചതിക്കലുണ്ടോ? അതിൽ കൈക്കൂലിയുണ്ടോ? അതിൽ ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങാൻ പറ്റാത്തത്ര തുക വിലപേശി വാങ്ങുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും. പിന്നെ ഇത് എവിടേക്കാ ചെലവാക്കിയത്? അപ്പൊ റെസിപ്റ്റ് മാത്രം പോരാ, വൗച്ചറും വേണ്ടി വരും.
അത് കൃത്യമായ ഓരോന്നിനും ഓരോ ഫീൽഡ്സിനും മറുപടി പറയേണ്ടി വരും എന്ന ഓർമ്മ ഉണ്ടാകുക എന്നുള്ളതാണ്. 8ാമത്തെ കാര്യം, ഒരു വ്യക്തിക്ക് കൊടുത്തത് അവൻ ഉപകരിക്കും, മറ്റേത് തിന്നും കുടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് ഞാൻ പറയണതല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാണ്, യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത, നിന്റെ ധനത്തിൽ നിന്ന് നിനക്കുള്ളത് നീ കഴിച്ചതാണ്, അത് അഫ്നൈത, അത് നീ തിന്നു കളഞ്ഞു. അത് കുഴിമന്തി തൊട്ട് അങ്ങനെ പലതും തിന്നു തീർന്നു. ഓ ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ചു, അപ്പൊ അത് ആ വസ്ത്രമാണ് നുരുമ്പിപ്പോയി, അതെനിക്ക് ബാക്കി ഉണ്ടാവില്ല. പിന്നെ എന്നാലോ ഔ തസദ്ദഖ്ത, നീ സദഖ കൊടുത്തു, ഫഅംളൈത, അത് അവിടെ ഉണ്ടാവും. കുടിച്ചതും കഴിച്ചതും തിന്നതൊക്കെ ഉപകാരപ്പെട്ടു, സംഗതി ശരി തന്നെയാണ്, ഉപകാരപ്പെട്ടു, നല്ല വൃത്തിക്കാർ ഡ്രസ്സൊക്കെ ഇട്ടു, അതിന് തടസ്സമൊന്നുമില്ല. ഇസ്ലാമിൽ അത് ഒരു വ്യക്തി ചെയ്യേണ്ടതാണ്. പക്ഷേ ബാക്കി നിൽക്കെ കൊടുത്തത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ ചിന്ത ഉള്ളിലുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ പഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ തുടർച്ചയായ കുറേ ഖുത്ബകൾ, 2-3 ഖുത്ബകൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. നിലവിലുള്ള സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്കൊക്കെ ഉണ്ടാകേണ്ട ചില ബോധ്യങ്ങൾ കൈമാറുക എന്നുള്ള നിലക്കാണ് ആ വിഷയം പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞിരുന്നു, നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴുള്ള ഏറ്റവും മുഖ്യമായ പ്രശ്നം അവരഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ അവരെ ബോധവാന്മാരാക്കിയിട്ടില്ല എന്നാണ്. അതെന്നെ ഒരു 5 ആഴ്ച പറയാനാണ് ഞാൻ തീരുമാനിച്ചത്, ആ വാചകം കേട്ടോ. മോളെ, പ്രണയക്കുരുക്കുകളുണ്ട്, പെട്ടുപോകും എന്ന് ഒരു ഡയലോഗിൻ്റെ അപ്പുറത്ത് അവളെ ഇരുത്തി അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒരു ഡയലോഗ് നമ്മളെന്നുള്ള വ്യക്തി പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതല്ല പലതും. ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, ഖുത്ബ പറയുന്ന ഒരാളാണ്. ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞാൽ ചിലത് ബോധ്യപ്പെടില്ല, അത് വേറൊരാളായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പഠിപ്പിക്കണ മാഷന്മാരുടെ ചോദ്യങ്ങൾ നല്ല ഒരു ക്ലാസ്സിൽ മാത്സിൻ്റെ ടോപ്പ് അധ്യാപകനേക്കാറ്, പക്ഷെ സ്വന്തം കുട്ടിനെ പഠിപ്പിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അതല്ലെങ്കിൽ ഫ്രീ ഫയർ ഗെയിം കളിച്ചാൽ മോനെ അവസാനം എങ്ങനെയാണ് പറ്റുക, ആളുകൾ ആത്മഹത്യക്ക് എത്തിയതെങ്കിൽ ഈ സംഗതി കുട്ടികൾക്ക് 1 ദിവസം 2 ദിവസം അല്ല, അവരുടെ പ്രായത്തിനനുസരിച്ച് ചെറിയ കുട്ടിയാകുമ്പോൾ ആ ചെറിയ കുട്ടിയുടെ ഭാഷയിൽ അല്ലേ, ആ തൊട്ടിലാട്ടുന്നത് മുതൽക്ക് പാടിയും പറഞ്ഞും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഉണ്ടാകണം. അപ്പം അതിന് പല സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഞായറിൻ്റെ തൊട്ടടുത്ത ഞായർ പെരിന്തൽമണ്ണയിൽ 10,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മളെ ഇവിടുന്ന് ആൾ പോകുന്നുണ്ട്. ഞാനത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇന്നും നമ്മളെ കുട്ടികളോട് ഇരിക്കും, നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക. ഓരോരുത്തരും ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ നമ്മൾ മുഖ്യമായും കാണുന്നത് ഒരു 7ാം ക്ലാസ്സിൻ്റെ മുകൾക്കുള്ള കുട്ടികളെയാണ് മുഖ്യമായും കാണുന്നത്. ഇനി അതല്ലാത്ത കുട്ടികൾ നമ്മളെ വളരെ അടുത്തൊരു പ്രദേശത്ത് ഇത്ര വലിയൊരു പരിപാടി വന്ന പശ്ചാത്തലത്തിൽ ആണെങ്കിൽ ആകാമെന്ന് മാത്രം, ബാക്കിയുള്ളവരൊന്നൊക്കെ കൊണ്ടുവരണ്ടെന്നാണ് പൊതുവേ നിർദ്ദേശം പോയിട്ടുള്ളത്. നമ്മൾ തൊട്ടടുത്തൊരു നാടാണല്ലോ, ഇത്ര അടുത്തൊരു നാട്ടിൽ വന്നിട്ട് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ്, ഒരു PG വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പരിശീലനത്തിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളത്. ഒരു 8-9 ആൾ ഞങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പം ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, ഇത്ര തൊട്ടടുത്തത് വന്നിട്ട് നമ്മൾ പോകാത്തൊരവസ്ഥ ഉണ്ടാകരുത്. 2, ഈ 6-ാം തീയതി മുതൽ, ഇന്നിപ്പോൾ 3-ാം തീയതി ആയി, 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇതേ വെന്യൂവിൽ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ ചില്ലീസ് ജംഗ്ഷൻ്റെ എതിർ സൈഡിലുള്ള മേളയും കാർണിവലൊക്കെ നടക്കുന്ന ആ ഭാഗത്താണ് വരുന്നത്. അവിടെ ഇൻഷാ അല്ലാഹ് ഒരു എക്സിബിഷൻ വരുന്നുണ്ട്. എക്സിബിഷൻ്റെ മെയിൻ തീം പറയുന്നത് ഈ 8 തരം അഡിക്ഷനുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു സംഭവമാണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉമ്മാർക്കും വല്യമാർക്കും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലൊരു ദിവസം നമ്മളൊന്ന് പോവുക, ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ വേണ്ടി ഒരു മൊത്തം കാണാൻ. അത് രാത്രിയിൽ അവിടെ ഒരു പരിപാടി ഉണ്ടാകും. 5 ദിവസം 5 വിഷയത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ സംസാരങ്ങൾ ഉണ്ടാകും. അപ്പം അത് നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു നോമ്പ് മുതൽക്ക് നമ്മളെ പള്ളിയിൽ ഒരു 7ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് നടന്നു വരുന്നുണ്ട്. ഞാൻ തന്നെയാണ് ആ ക്ലാസ് എടുക്കുന്നത്. ഒരു 40-ൻ്റെയും 25-ൻ്റെയും അടിയിലുള്ള കുട്ടികൾ, ഒരു 30-ൻ്റെയും 40-ൻ്റെയും അടിയിലുള്ള കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല കുട്ടികളാണ്, ഒക്കെ നല്ല മിടുക്കികളും മിടുക്കന്മാരുമാണ്. ക്ലാസ്സിന് തുടങ്ങിയ നമുക്ക് ആ 1 മണിക്കൂർ, ഞാൻ വല്ലാഹി ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറയണം, തീരണത് അറിയില്ല. നമ്മൾ അത്ര അറ്റൻഷനിലാണ് അവർ ആ ക്ലാസ്
അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഒരിക്കലും ശനിയാഴ്ച പറ്റിയ ദിവസമല്ല. നമ്മൾ വളരെ ലൈറ്റിൽ ഇന്നിപ്പോൾ എന്തായാലും രാത്രി ഒരിക്കലും നമ്മൾ ഉറങ്ങാത്തൊരു ദിവസമായിരിക്കും. ഞാനിത് ഇങ്ങനെ തന്നെ പറയണ, അത്ര റിസ്ക് എടുത്ത് ഈ ക്ലാസ് നമ്മളെ നയിക്കുന്നത് നമ്മളെ ഈ ഇരിക്കണ മനുഷ്യന്മാരുടെ കുടുംബ വീടുകളിൽ നിന്ന് ഒരു ദുരന്ത വാർത്ത കേൾക്കരുത് എന്നുള്ള നിലക്കാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ടൊന്നും നടക്കൂല. ക്രമേണ നമ്മൾ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞത് എന്താ? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 5 നേട്ടങ്ങളാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ചരുത്. അപ്പം അത് കുട്ടികളെങ്ങനെ പതിയെ അതിലേക്ക് എത്തുള്ളൂ, പൊടുന്നതിന് എത്തൂല. അപ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന കുട്ടികളുണ്ട്, അവരും എന്ത് ചെയ്യണം, കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് വന്നിരുന്ന് ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കണം. ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് വളരെ വലിയ 2 സന്തോഷങ്ങൾ ഉണ്ട്. നമ്മളെ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ മോള് കുറേ മാസങ്ങളായ ഒരു കുഞ്ഞിന് വേണ്ടി ദീർഘകാലം കാത്തിരുന്ന് അവസാനം ആ സഹോദരി അനുഭവിച്ച ത്യാഗം എന്നൊക്കെ പറയണത്, ഉമ്മ എന്നുള്ള വാക്കിൻ്റെ ഉള്ളിൽ നമുക്കതിനെ എങ്ങനെയാണ് എണ്ണെന്നറിയില്ല. അത്ര വലിയ ത്യാഗം അനുഭവിച്ച ഒരു സഹോദരിയാണ്. അള്ളാഹു അവർക്ക് ഇന്നൊരു കുഞ്ഞിനെ കൊടുത്തു, ഒരു പ്രശ്നമല്ലാതെ ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടി. അള്ളാഹു ആ കുട്ടിയെ സ്വാലിഹായ ഒരു സന്താനമാക്കി മാറ്റുമാറാകട്ടെ. ആ കുട്ടിയിലൂടെ കൺകുളിർമ മാത്രം ആ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതേപോലെ നമ്മുടെ മറ്റൊരു സഹപ്രവർത്തകൻ്റെ, ഇവിടുത്തെ സഹപ്രവർത്തകൻ്റെ പേരക്കുട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വേറൊരു സഹപ്രവർത്തകൻ്റെ പേരക്കുട്ടി 2ാമത്തെ ഒരു സർജറി, 2-3 ഘട്ടങ്ങളിലായ സർജറിയിൽ 2ാമത്തെ ഘട്ട സർജറി പെരിന്തൽമണ്ണയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കുമാറാകട്ടെ. ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഷെയർ ചെയ്യാത്ത പല മാനസികാവസ്ഥകളും സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാകും. അതൊക്കെ പടച്ചോനറിയാം. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഇങ്ങനത്തെ എല്ലാ വിഷമങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ നീ പരിഹരിച്ച് നൽകണേ അള്ളാഹുവേ. സന്തോഷവും സംതൃപ്തിയും മാത്രം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ. റബ്ബി റഹ്മാനെ, ഞങ്ങളെ ഇഖ്ലാസോടുകൂടെ വേറൊന്നും ഉദ്ദേശിക്കാതെ നടത്തുന്ന എല്ലാത്തരം പദ്ധതികളെയും സംരംഭങ്ങളെയും നീ വിജയിപ്പിക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ, ദുർബലരായ ഞങ്ങൾക്ക് നീ സഹായിയായി ഉണ്ടാകണേ അള്ളാഹുവേ. റബ്ബി റഹ്മാനെ വദൂദ് ഗഫൂറേ, ഞങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളും കുറവുകളും പോരായ്മകളും ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ പഠിച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل مكان. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين، وصلى الله عليه وسلم.